നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. എല്ലാ സൗഹൃദത്തിന് പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നത് കയ്പുള്ള ഒരു സത്യമാണ്. മഴ എത്ര കൊണ്ടിട്ടും നനയാതെ നിൽക്കുന്ന ചേമ്പില പോലെയാണ് ചിലർ. നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവർ. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷെ നമ്മുടെ മനസ്സ് നോവുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നത്. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അവർ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. അലസത വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ദിവസം ദാരിദ്ര്യം അലസതയെ മറികടക്കുക തന്നെ ചെയ്യും. ആരോടും അമിതമായ സ്നേഹമോ കരുണയോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാർ ആക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നു പോകുന്നു. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാവും. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ടാകും. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെ എല്ലാം നമ്മളെ പൂർണ്ണമായും അറിയുന്നവർക്ക് നൽകുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രമായിരിക്കും. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാകില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ സ്നേഹം, ബഹുമാനം, വിശ്വാസം എന്നിവയാണ്. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും.